ഇൻഫോ പാർക്കിൽ എത്തിയിട്ട് എന്റെ 21st ഡേ ആട്ടോ ഇന്ന്. ഒരു ലോങ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ ഓഫീസിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. അതേപോലെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഗേറ്റ് ഒക്കെ പൊളിച്ച് മെട്രോയുടെ പണി കാരണം ആകെ മൊത്തം വ്യത്യാസമായിരുന്നു കേട്ടോ ഫേസ് 1 കടന്നപ്പോൾ. അങ്ങനെ കൊളീഗ്സിനോട് എന്റെ യാത്രാവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കവേ അപ്പുറത്ത് ഫ്ലാഷിന്റെ ഫൈനൽ ഗെയിംസ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗ് ആയിരുന്നു കേട്ടോ ഫ്രോളിക്ക്. അങ്ങനെ ഫ്രോളിക്കിൽ ചെന്നപ്പോഴാണ് ഞാൻ കുറെ നാളത്തിന്റെ ഇൻഡക്ഷൻ ഫ്രണ്ട്സിനെ കാണുന്നത്. പിന്നെ ഇൻഡക്ഷൻ ഫ്രണ്ട്സിനെ കണ്ടാൽ പിന്നെ ഞങ്ങളുടെ ഇൻഡക്ഷൻ കാലത്ത് ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കലും പിന്നെ ഓരോ റോസ്റ്റിംഗ് ഒക്കെ പതിവാണ് കേട്ടോ. അങ്ങനെ നേരെ വർക്കിലേക്ക് ഇരുന്നു. ഉച്ചയായപ്പോഴേക്കും ടവർ 2 ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയധികം ക്രൗഡഡ് ആയിട്ട് ടവർ 2 ഞാൻ ആദ്യമായിട്ട് കാണുക. കുറെ ആൾക്കാരുണ്ടായി, ഞങ്ങളുടെ ടീംമേറ്റ്സ് തന്നെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച നേരം പിരിയാൻ നേരാണ് അപ്പുറത്ത് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഒരു ഫ്ലീ മാർക്കറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാ പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് കരുതി. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് കുറെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ അവിടെ സെല് ചെയ്യാനുണ്ടായിരുന്നു. കൂട്ടത്തില് എന്റെ കണ്ണുടക്കിയത് സ്റ്റിക്കർ മേലാണ്. എന്തിനാന്നല്ലേ, കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഞാൻ പോയ യാത്രകളിലേക്ക് ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാന്ന്. അതിനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു വെക്കുന്നതിന്റെ കൂട്ടത്തിലാണ് തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ട് കുറെ സ്റ്റിക്കേഴ്സ് കിട്ടുന്നത്. ആദ്യം ഞാൻ കുറച്ച് മേടിച്ചു, എന്നിട്ട് ഞാൻ തിരിച്ചുപോയി വീണ്ടും കുറച്ചുകൂടി മേടിക്കാൻ ചെന്നപ്പോൾ ആ അങ്കിള് മൊത്തം സ്റ്റിക്കേഴ്സ് എനിക്ക് എടുത്തു തന്നു. അതിൽ നോക്കിയപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഹാരി പോട്ടറിന്റെ തീവ്ര സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ ഓഫീസിലേക്ക് എത്താൻ നേരം അവിടെ ക്വാർട്ടർലി അവാർഡ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കൂട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു ആക്സിലറേറ്റ് അവാർഡ്. ഞാനാണേലും പ്രൊബേഷൻ പീരീഡ് കറക്റ്റ് കംപ്ലീറ്റ് ആവുന്ന ദിവസമാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും ആയിട്ടോ. അപ്പൊ യാത്രകളും അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു മൈ ബേസിക്സ് എന്നൊരു ഓർമ്മപ്പെടുത്തലോടെയായിരുന്നു ഈ ദിവസം. അപ്പോ ഇതും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഓഫീസ് വ്ലോഗ് കാണുന്നവരെ ബൈ ബൈ.